CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED തങ്ങളുടെ അന്വേഷണ വലയം അതിശക്തമായി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലൊരു IT കമ്പനി വെറുമൊരു സേവന കരാറുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് തോന്നിച്ച ഈ വിഷയം ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന തരത്തിലുള്ള ഒരു വൻ സാമ്പത്തിക അഴിമതി കേസിന്റെ രൂപത്തിലേക്ക് പരിണമിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷനിലേക്ക് സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL ഒഴുക്കിയ കോടിക്കണക്കിന് രൂപയുടെ കൃത്യമായ സ്രോതസ്സും അതിന്റെ അന്തിമ ഗുണഭോക്താക്കളെയും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം കേവലം വീണ വിജയനിൽ മാത്രം ഒതുങ്ങാതെ അവരുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ അതായത് PM റിയാസിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണ്. ഒടുവിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെ നേരിട്ടെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും ഗൗരവകരമേറിയ ഒരു വശമെന്ന് പറയുന്നത്. ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകളും ആസ്തി വിവരങ്ങളും ED അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ സാമ്പത്തിക സ്രോതസ്സുകൾ പുനഃപരിശോധിക്കുകയും ചെയ്യുകയാണ്. ഈ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് പിന്നിലെ പഴയതും പുതിയതുമായ വസ്തുക്കളൊക്കെ നോക്കിയാൽ ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് 2016 മുതൽ 2020 കാലഘട്ടത്തിലാണെന്ന് കൂടി മനസ്സിലാവും. CMRL എന്ന സ്വകാര്യ വ്യവസായ ഭീമൻ വീണ വിജയന്റെ ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള എക്സാലോജിക് കമ്പനിക്ക് ഒന്നിനും കൊള്ളാത്ത സേവനങ്ങളുടെ പേരിൽ മാസം തോറും കൃത്യമായി ലക്ഷങ്ങൾ കൈമാറുന്നു എന്നുള്ള ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത്. യാതൊരു വിധത്തിലുള്ള IT സേവനങ്ങളും CMRL കമ്പനിക്ക് എക്സാലോജിക് നൽകിയിട്ടില്ല എന്നുള്ളതും എന്നിട്ടും കോടിയിലധികം രൂപ കൺസൾട്ടൻസി ഫീസായി നൽകിയെന്നും ഉള്ള രേഖകൾ പുറത്തു വന്നതോടെയാണ് മാസപ്പടി എന്ന പേരിൽ ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത്. തുടക്കത്തിൽ ഇത് വെറുമൊരു വാണിജ്യ ഇടപാടാണെന്ന് ന്യായീകരിക്കാൻ ഭരണപക്ഷവും ബന്ധപ്പെട്ടവരും CPM അടക്കമുള്ള നേതാക്കളടക്കമുള്ളവർ ശ്രമിച്ചെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ED കേസെടുത്തതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. CMRL ഉദ്യോഗസ്ഥരെയും വീണ വിജയനെ മുമ്പ് ചോദ്യം ചെയ്തു നിന്നുള്ള ലഭിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇതിനകം തന്നെ 2 തവണ ചോദ്യം ചെയ്യലിന് വിധേയയായ വീണ വിജയൻ അവർ നൽകിയ മൊഴികളിൽ പരസ്പര വിരുദ്ധമായ വലിയ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തലുണ്ടാകുന്നത്. ആദ്യഘട്ടങ്ങളിൽ കമ്പനികൾ തമ്മിലുള്ള കൃത്യമായ കരാറുകളുടെയോ നൽകിയെന്ന് അവകാശപ്പെടുന്ന IT സേവനങ്ങളുടെയോ ഒറിജിനൽ രേഖകളൊന്നും ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നിട്ടില്ല. CMRL പ്രതിനിധികൾ നൽകിയ മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ തന്നെ, വലിയ അന്തരമുള്ളതിനാൽ തന്നെ കൊച്ചിയിലെ ഓഫീസിൽ വീണ്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ED വീണയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇത്തവണ ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെയും കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും മുഖാമുഖം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാവുക. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിച്ചില്ല എങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് EDയുടെ നീക്കം. കേസിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ തിരിവെന്ന് പറയുന്നത് അല്ലെങ്കിൽ വഴിത്തിരിവെന്ന് പറയുന്നത് ഈ അഴിമതി പണത്തിന്റെ വിഹിതം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഒഴുകി എന്നുള്ള അന്വേഷണം കൂടിയാണ്. വീണ വിജയൻ ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം അവരുടെ ഭർത്താവും മുൻ മന്ത്രിയും നിലവിലെ MLAമായ PA മുഹമ്മദ് റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് ED അതീവ ഗൗരവത്തോടെ പരിശോധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റിയാസ് വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിന്റെ സ്വത്തുവിവരങ്ങളും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ബാങ്ക് ഇടപാടുകളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ കുടുംബ വീട് കേന്ദ്രീകരിച്ച് ED ഉദ്യോഗസ്ഥർ പ്രാഥമിക വിവരശേഖരണങ്ങളും കൂടി നടത്തിയിരുന്നു. വിവാഹത്തിന് ശേഷമുള്ള ബാങ്ക് കൈമാറ്റങ്ങളിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്നും വീണയുടെ ബിസിനസ് സാമ്പത്തിക ഇടപാടുകളിൽ ഭർത്താവ് എന്ന നിലയിൽ റിയാസിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നും കേന്ദ്ര ഏജൻസി ഇപ്പോൾ അന്വേഷിച്ച് തിട്ടപ്പെടുത്തുകയാണ്. എന്നാൽ കേസിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയും ഈ പണമിടപാടുകളുടെ അന്തിമ ഗുണഭോക്താവും മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതായത് കേസ് എത്തി നിൽക്കുന്നത് ഏത് വിധേനയും പിണറായി വിജയനെ കൂടി പെടുത്തുക എന്ന നിലയിലേക്ക് കൂടിയാണ്. ഒരു സ്വകാര്യ കരിമണൽ കമ്പനി യാതൊരു സേവനവും ലഭ്യമാകാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കോടികൾ മാസപ്പടിയായി നൽകിയത് വെറുമൊരു വാണിജ്യ ഇടപാടല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ പ്രത്യുപകാരമാണെന്നാണ് ED ഉറച്ചു വിശ്വസിക്കുന്നത്. മുമ്പ് ഭരണത്തിൽ ഇരുന്നതുകൊണ്ട് തന്നെ പിണറായി വിജയൻ CMRL കമ്പനിക്ക് ചെയ്തു നൽകിയ വഴിവിട്ട സഹായങ്ങൾക്കുള്ള പ്രതിഫലമാണ് ഈ പണമെന്നാണ് ഉയർന്നു വരുന്ന പ്രധാന ആരോപണം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട അനുമതികളും അതുപോലെ അത് വേഗത്തിലാക്കാനും റവന്യൂ പരിസ്ഥിതി വകുപ്പുകളുടെ പ്രത്യേക ഇളവുകൾ കമ്പനിക്ക് ലഭ്യമാക്കാനുമായി അതായത് ആനുകൂലമായി ലഭ്യമാക്കാനുമായി അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിൻ്റെ ശക്തമായ ഡിജിറ്റൽ തെളിവുകളും ഫയൽ രേഖകളും ED ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുമുണ്ട്. അഴിമതി പണം നേരിട്ട് കൈപ്പറ്റിയാൽ ഉണ്ടാകുന്ന നിയമപരമായ തിരിച്ചടികൾ ഒഴിവാക്കാൻ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൺസൾട്ടൻസി ഫീസ് എന്ന വ്യാജേന നിയമവിരുദ്ധമായി പണം എത്തിക്കുകയായിരുന്നു എന്നാണ് EDയുടെ പ്രധാന വാദം. അന്വേഷണം മുറുകുമ്പോൾ രാഷ്ട്രീയ പ്രതിബന്ധം തീർക്കാൻ ഭരണപക്ഷവും CPMും പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്കിലും
പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. അതായത് UDFിൻ്റെ നേതാക്കൾ ഏത് വിധേനയും ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നും അല്ലെങ്കിൽ മാസപ്പടി കേസാണെന്നും മാത്യു കുഴൽനാട് അടക്കമുള്ളവർ പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ CPM കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് യേശുന്നില്ല എന്ന് വേണം പറയാൻ. മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത് കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുക്കിയെന്ന ഗുരുതരമായ ആരോപണം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നുകൂടിയാണ്. കഴിഞ്ഞ തവണത്തെ UDF പ്രതിപക്ഷമായിരുന്നപ്പോൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായുധമാക്കി വലിയ തരത്തിൽ ചർച്ചയാക്കിയതാണ്. ഇപ്പോഴിതാ UDF ഭരണപക്ഷത്വമാണ്. അപ്പോഴും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. നിയമപരമായ വഴികളിലൂടെ ഇതിനെ എങ്ങനെ നേരിടുമെന്നാണ് ഇപ്പോൾ CPM ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അവിശുദ്ധ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാ രേഖകളും കൈവശമുള്ളതിനാൽ ഇത്തവണ EDയുടെ നീക്കങ്ങൾ വളരെ ആസൂത്രിതം കൂടിയാണ്. ബാങ്ക് രേഖകളും ഇലക്ട്രോണിക് തെളിവുകളും ഒത്തുനോക്കി കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഏജൻസി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയന്റെ അടുത്ത ചോദ്യം ചെയ്യലും മുഹമ്മദ് റിയാസിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണ ഫലങ്ങളും പുറത്തു വരുന്നതോടെ കേരളം ഇതുവരെ കാണാത്ത വലിയൊരു രാഷ്ട്രീയ സ്ഫോടനത്തിനായിരിക്കും വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രമുഖ വ്യക്തികളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിലേക്ക് മാറുകയാണ്. പിണറായി വിജയൻ അടക്കമുള്ളവർ ഇതിൽ പ്രതിയാവുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. മാത്രമല്ല മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഏത് വിധേനയും അതിൽ പിണറായി വിജയനെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് നടന്ന സമര കോലാഹലങ്ങളും അതുപോലെ ആക്രമണങ്ങളുമൊക്കെ നമ്മൾ വാർത്തയിലൂടെ കണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 25-ലധികം പേർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. അന്ന് റെയ്ഡ് നടന്നു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ പിണറായി വിജയൻ പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സമാധാനമായി കാണും എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്ര ഏജൻസിയായ EDയുടെ റെയ്ഡിൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായ മോദിയെക്കുറിച്ചോ ഒരു വാക്ക് പോലും മിണ്ടാത്ത പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണും. ഇവിടെ ഇപ്പം നടക്കുന്നത് ED കൂട്ടുകെട്ടുന്നതാണ്. അതായത് VD സതീശനാണ് ഇതിന് കാരണമെന്നൊക്കെയാണ് CPM അടക്കമുള്ളവർ പ്രചരിപ്പിച്ചത്. ഇത് വ്യക്തമായി അറിയുന്നവർ തന്നെയാണ് ED കൂട്ടുകെട്ടുന്ന തരത്തിൽ വലിയ പ്രചരണമൊക്കെ നടത്തുകയും വലിയ ആക്രമണ കോലാഹലങ്ങളൊക്കെ നടത്തുകയും ചെയ്തത്. പിന്നീട് ഏതാണ്ട് ദിവസങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ എന്ന് പറഞ്ഞത് എന്നോട് ED ഒന്നും ചോദിച്ചിട്ടില്ല, അവർ വന്ന് വീണയോട് എന്തൊക്കെയോ ചോദിച്ചു, ചില കാര്യങ്ങൾ നോക്കിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കണം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണത് പറയുന്നത് എന്നുള്ളതും. അത് വലിയ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ മനഃപൂർവ്വം ആക്രമണങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ മനഃപൂർവ്വം മൗനം പാലിച്ചു എന്നുള്ള ആരോപണങ്ങളും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. അന്ന് വലിയ തരത്തിൽ പ്രചരണമുണ്ടായി. അത് ഇതാ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, പിണറായി വിജയനെ ആക്രമിക്കുന്നു, രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് വലിയ തരത്തിലുണ്ടായെങ്കിലും അന്ന് ആക്രമണത്തിൽ ഏതാണ്ട് DYFയുടെയും CPMന്റെയും നേതാക്കളും യുവ നേതാക്കളും അടക്കമുള്ളവർ അകത്താകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവർ പലരും റിമാൻഡിൽ കഴിയുകയുമാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾക്കെല്ലാം ശേഷം പിന്നീട് CPMന്റെ നേതാക്കൾ വന്ന് പറഞ്ഞത് വീണയ്ക്ക് കേസുണ്ടെങ്കിൽ അത് വീണ നോക്കിക്കോളും, അതുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയാൻ പോലും ദിവസങ്ങളെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇപ്പോഴിതാ ഈ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്കും അവിടെ നിന്ന് പിണറായി വിജയനിലേക്കും കൂടി നീളുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.